മാത്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത് നിങ്ങൾ ഏറ്റവും പ്രയാസപ്പെട്ടിട്ടുള്ള ഒരു ക്രിയ, ഒരു ഓപ്പറേഷനാണ്. സംഖ്യകൾ തമ്മിലുള്ള സബ്ട്രാക്ഷൻ, നമ്പേഴ്സ് തമ്മിലുള്ള സംഖ്യകൾ തമ്മിലുള്ള കുറക്കൽ. ആ കുറക്കൽ തന്നെ നിങ്ങൾക്ക് എളുപ്പമുള്ളത് എങ്ങനെയൊക്കെയാണെന്ന് നിങ്ങൾ ഇതിനു മുമ്പുള്ള വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. എന്നാൽ 0 വരുന്ന, 0 വരുന്ന സംഖ്യകൾ, അതിൽ നിന്ന് മറ്റ് സംഖ്യകൾ കുറക്കുന്ന സമയത്ത് പല കുട്ടികൾക്കും തെറ്റിപ്പോവാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഈ കുറക്കാതെ തന്നെ നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ വീഡിയോ. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ ആദ്യം മുതൽ അവസാനം വരെ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഈ വീഡിയോ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി കാണിക്കരുത്. കാരണം കുട്ടികൾക്ക് ആവശ്യമുള്ള ധാരാളം കാര്യങ്ങൾ ഓരോ ദിവസവും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സമയം കളയാതെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഇപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ കണ്ടില്ലേ മുകളിലത്തെ നമ്പർ 0 വരുന്നതുണ്ട്, ഇങ്ങനെയുള്ള ഒരു നമ്പർ ഉണ്ട്. ഈ നമ്പറിന് ഇത് സബ്ട്രാക്ട് ചെയ്യാൻ സെക്കൻഡ് വെച്ച് നമുക്ക് സബ്ട്രാക്ട് ചെയ്യാം. സെക്കൻഡുകൾ മാത്രം മതി. ഇവിടെ ഇത് സബ്ട്രാക്ട് ചെയ്യാൻ പറ്റും, ഇങ്ങനെ ചെയ്യാൻ പറ്റും, ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഈ നമ്പറുകളൊക്കെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും സബ്ട്രാക്ഷൻ്റെ ആവശ്യം നമുക്കില്ല, കൂട്ടിയിട്ട് തന്നെ നമുക്ക് അതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. അതെങ്ങനെ കൂട്ടിയിട്ട് കണ്ടുപിടിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് അറിയേണ്ടത് ആകെ ഇത്രയേ ഉള്ളൂ. 8നോട് എത്ര കൂട്ടിയാൽ 10 കിട്ടുമെന്ന് നിങ്ങൾക്ക് അറിയണം. 8നോട് എത്ര കൂട്ടിയാൽ 10 കിട്ടും, അത് നിങ്ങൾ ഉത്തരം പറയും 2 എന്ന് പറയും, അല്ലേ? 6നോട് എത്ര കൂട്ടിയാൽ 10 കിട്ടുമെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഉത്തരം പറയും 4 എന്ന് പറയും. അപ്പൊ കൂട്ടിയിട്ട് 10 കിട്ടുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഒന്ന് അറിഞ്ഞു വെക്കണം. കുറക്കേ വേണ്ട, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് അറിഞ്ഞു വെക്കണം. രണ്ടാമത്തെ കാര്യം അറിയേണ്ട, അപ്പൊ കൂട്ടിയിട്ട് 10 ആവുന്നത്. ഇപ്പൊ 9 ആണെന്ന് വെച്ചോ, എത്ര കൂട്ടിയാലാണ് 10 കിട്ടുക? 1 കൂട്ടിയാൽ 9 + 1 അല്ലേ 10 കിട്ടുക. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യം ഒന്ന് അറിഞ്ഞു വെക്കണം. രണ്ടാമത്തെ കാര്യം അറിയേണ്ടത്, എത്ര 2 നമ്പർ കൂട്ടുമ്പോൾ 9 വരുന്നതായിട്ടുള്ള സംഖ്യകൾ. ഞാനൊരു എക്സാമ്പിൾ പറയാം. കൂട്ടിയിട്ട് 9 നമുക്ക് കിട്ടണം. 9 കിട്ടുമ്പോൾ 7 ആണ്. 7ന്റെ പേര് എത്ര കൂട്ടിയാലാണ് നമുക്ക് 9 കിട്ടുക? അതറിയാം, 2. ഇത് 5 ആണ്, അപ്പൊ എത്ര കൂട്ടിയാലാണ് കിട്ടുക? 4. ഇവിടെ 8 ആണ്, എത്ര കൂട്ടിയാലാണ് കിട്ടുക? 1. ഇത് 9 കൂട്ടി കിട്ടുന്ന ഈ നമ്പർ നമുക്ക് കിട്ടും. അപ്പൊ അതിന്റെ കൂടെ എത്ര കൂട്ടിയാൽ 9 കിട്ടുന്ന അറിയണം. അതേപോലെ ഈ നമ്പർ നമുക്ക് കിട്ടും. ഈ നമ്പർ കിട്ടി കഴിഞ്ഞാൽ എത്ര വരെ കൂട്ടിയാൽ 10 കിട്ടും. അപ്പൊ കൂട്ടിയാൽ 9 കിട്ടണം, കൂട്ടിയാൽ 10 കിട്ടണം. ഈ 2 കാര്യങ്ങൾ മാത്രം അറിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ കുറക്കലിന്റെ ഈ കേസിൽ സബ്ട്രാക്ട് ചെയ്യാണ്ട് തന്നെ നമുക്ക് ആൻസർ കണ്ടെത്താൻ പറ്റും. നമുക്ക് നോക്കിയാലോ? നോക്കാം. ഫസ്റ്റിൽ നമുക്ക് നോക്കാം. നമ്മൾ ആകെ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? ഇങ്ങനെ ഇങ്ങോട്ട്, ഇത് നിങ്ങൾ വിചാരിക്കും വളരെ വിഷമുള്ള പ്രോബ്ലമാണെന്ന്. ഇതിൽ നമ്മൾ അവസാനം ചെയ്യും. ആദ്യം നമുക്ക് എളുപ്പമുള്ള ചോദ്യങ്ങളിലേക്ക് പോകാം. 300ൽ നിന്നാണ് 76 കുറക്കുന്നത്. കണ്ടില്ലേ, ഇവിടെ 3-ൽ നമ്പർ ഉണ്ട്, ബാക്കി 2 0 ആണ്, അല്ലെ? പൂജ്യങ്ങളാണ്. അപ്പോൾ ഇന്ന് നമ്മൾ സാധാരണഗതിയിൽ എങ്ങനെയാണ് കുറക്കുക? അതും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. 300ൽ നിന്ന് 76 കുറക്കുന്ന സമയത്ത് 0ൽ നിന്ന് 6 കുറക്കാൻ പറ്റില്ല. അപ്പൊ ഇവിടുന്ന് എടുക്കും, ഇവിടെയുമില്ല. പിന്നെ ഇവിടുന്ന് എടുക്കും, ഇവിടുന്ന് ഇവിടത്തേക്ക് എടുക്കുമ്പോൾ ഇത് 10 ആയിട്ട് വരും. ഇവിടെയുള്ള 10 ഇങ്ങോട്ട് പോയതുകൊണ്ട് ഇവിടെ 9 ആയിട്ട് വരും. ഈ 3 ഇവിടെ എത്രയായിട്ട് വരും? 2 ആയിട്ട് വരും. ഇങ്ങനെ ആയിട്ട് വരും. എന്നിട്ട് നമ്മൾ അതിന് കുറച്ചിട്ട് 4, 9, 7, 2, ബാക്കി 2-ൽ 2. ഇങ്ങനെയാണ് നമ്മൾ ആൻസർ സാധാരണഗതിയിൽ ചെയ്യുക. ഇങ്ങനെ കട എടുത്തിട്ട് 10-ൽ നിന്ന് 6 പോയിട്ട് 4. അപ്പോൾ ഇതേ പ്രോസസ്സ് തന്നെ സബ്ട്രാക്ട് ചെയ്യാതെ നമ്മൾ എന്ത് മാത്രം അറിഞ്ഞു വെച്ചാൽ മതി. അതറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇങ്ങനെയുള്ള പരിപാടി നമുക്ക് ആവശ്യമില്ല. അതെങ്ങനെ കിട്ടുമെന്നുള്ളതാണ് ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം. ഇതല്ലേ നമ്മൾ പറയുന്നത്, ഫസ്റ്റ് ചെയ്യേണ്ടത് ഇതിൽ നിന്ന് 1 കുറക്കുക. ഇതിൽ നിന്ന് 1 കുറക്കുക. അപ്പൊ നമുക്ക് എത്ര കിട്ടും? നമുക്ക് 2. കറക്റ്റ്, 2 കിട്ടി. പിന്നെ ചെയ്യേണ്ടത് എത്ര പൂജ്യങ്ങളുണ്ട് അങ്ങോട്ടുണ്ട് നോക്കിക്കോ. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടുന്നത്, ഇവിടെ നമുക്ക് 10 എന്ന് എഴുതാം, ഇവിടെ നമ്മൾ 9 എന്ന് എഴുതാം. ഓക്കെ, കഴിഞ്ഞു, നമ്മുടെ കഥ കഴിഞ്ഞു. അപ്പൊ നിങ്ങൾ ശരിക്കും ഇതിന് മാത്രമാണ് ഇങ്ങനെ വരുന്നത്. നമുക്ക് ഇവിടെ നോക്കാം. 8 ഉണ്ടാകുമ്പോൾ 3 ഉണ്ടാകുമ്പോൾ 2 അല്ലേ എഴുതിയത്? 8 ഉണ്ടാകുമ്പോൾ 7 എഴുതുക, ഇവിടെ 9 എഴുതുക, ഇവിടെ 10 എഴുതുക. ഈ 10 എഴുതുന്നത് എവിടെയാണെന്നറിയോ? ഏറ്റവും അവസാനം വരുന്നതിലേക്കാണ് 10 എഴുതുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഒരു ഡൗട്ട് വരും, അതെങ്ങനെയാണ് മനസ്സിലായിട്ടില്ലല്ലോ. നമുക്ക് നോക്കാം. ഇവിടെ ഇപ്പൊ 3 0 ഉണ്ടല്ലോ. ഓക്കെ, ഇപ്പൊ 6 എത്ര എഴുതുക? 5 എഴുതുക. പിന്നെ ഇവിടെ 9 എഴുതുക, ഇവിടെ 9 എഴുതുക, ഇവിടെ 10 എഴുതുക. ഇപ്പൊ മനസ്സിലായോ? ഏറ്റവും അവസാനത്തിൽ മാത്രം 10 വരും. ബാക്കി എല്ലാ പൂജ്യങ്ങളുടെ സ്ഥലത്തിലും മുകളിൽ എത്ര എഴുതുന്നത്? 9, 9, 9 അങ്ങനെ എഴുതി പോയാൽ മതി.
ഏറ്റവും ആദ്യത്തെ എന്ത് ചെയ്യണം? 1 കുറക്കണം. ഇനി നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. നമുക്ക് നോക്കാം. ഇവിടുത്തെ ഈ പ്രോബ്ലം നോക്കിയാൽ ഇതിപ്പോ 209 എഴുതേണ്ടത് 3 1 കുറച്ചിട്ട് 2 എഴുതി, പിന്നെ 9 എഴുതി, പിന്നെ 10 എഴുതി. അവസാനത്തിന് മാത്രമാണ് 10 കൊടുക്കുക. നിങ്ങൾ നോക്കുക 6നോട് എത്ര കൂട്ടിയാലാണ്, അപ്പൊ ഇത് നമ്മളുടെ ഇല്ല, അത് നമ്മളുടെ ഇല്ല. അപ്പൊ നോക്ക് 6നോട് എത്ര കൂട്ടിയാണ് 10 കിട്ടുക? 4 കൂട്ടിയാണ്. 7നോട് എത്ര കൂട്ടിയാണ് 9 കിട്ടുക? 2 കൂട്ടിയാണ്. ബാക്കിയുള്ള 2 അത് ഇവിടെ കഴിയും. ഓക്കെ, അതായത് എത്രയോട് കൂട്ടിയാൽ 2 കിട്ടുന്ന വെച്ചാൽ ഒന്നുമില്ല. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 224 എന്ന് പറയുന്ന ആൻസർ. ഇവിടെ 224 ആണല്ലോ. ഓക്കെ, ഐഡിയ മനസ്സിലായല്ലോ. അപ്പോ ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അതേമാതിരി ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. 800 എന്ന് പറഞ്ഞതുകൊണ്ട് അത് നമ്മൾ എത്ര എഴുതി? ഇവിടെ 8ന് 7 എഴുതി, പിന്നെ 9 എഴുതി, 10 എഴുതി. ഓക്കെ, ഇവിടെ 10 വരും. അപ്പൊ ഇവിടെ പിന്നെ ഇവിടെ 10 എഴുതാൻ വരുന്നതുകൊണ്ട് ഇത് 9 വരും. അപ്പൊ ഇതിന് നമുക്ക് ആവശ്യമില്ല. അപ്പൊ എത്ര കിട്ടും? 4നോട് എത്ര കൂട്ടിയാൽ 10 കിട്ടും നോക്കിയാൽ മതി. 4നോട് എത്ര കൂട്ടിയാൽ 10 കിട്ടും? നമുക്ക് 6 കിട്ടും അല്ലേ? 5നോട് എത്ര കൂട്ടിയാൽ 9 ആഡ് ചെയ്താൽ അപ്പൊ നമുക്ക് 4 എന്ന് കിട്ടും. 2നോട് എത്ര കൂട്ടിയാൽ 7 കിട്ടും? 5 എന്ന് കിട്ടും. ഓക്കെ, ഇനി ഇങ്ങനെ കൂട്ടി പറയുന്നതിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഇത് ആദ്യം എഴുതി വെക്കുക. എന്നിട്ട് ഈ 10ൽ നിന്ന് 4 സബ്ട്രാക്ട് ചെയ്ത് പരിചയമാണെങ്കിൽ 10ൽ നിന്ന് 4 കുറച്ചിട്ട് 6 എഴുതാം, 9ൽ നിന്ന് 5 കുറച്ചിട്ട് 4 എഴുതാം, 7ൽ നിന്ന് 2 കുറച്ചിട്ട് 5 എഴുതാം. ഈ സബ്ട്രാക്ട് ചെയ്യാൻ എളുപ്പമുള്ള കുട്ടികൾക്ക് അതങ്ങനെ കുറച്ചിട്ട് ഇവിടെ എഴുതിയാൽ മതി. പക്ഷെ ഇത് എഴുതാൻ പഠിക്കണം. ഈ നമ്പർ കിട്ടിയാൽ നേരത്തെ എഴുതാൻ പഠിക്കണം. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് അടുത്ത ഇതിലേക്ക് പോവുകയാണ്. നോക്കൂ, ഇപ്പൊ 2 നമ്പറിന്റെ 2 0 വരുന്നല്ലേ ഇപ്പൊ ഞാൻ പറഞ്ഞത്. ഇവിടെ 2 0, ഇവിടെ 2 0. ഇനി 3 0 വരുന്ന കേസാണ് ഇപ്പൊ ഈ കേസ്. അപ്പൊ 1000 ൽ 1 കുറച്ചിട്ട് എഴുതി, പിന്നെ 9 9 10 എഴുതി. ഇത് 2 9 വരേണ്ട കാരണം ഇവിടെ 2 പൂജ്യങ്ങളുണ്ട്. അവസാനത്തെ പൂജ്യത്തിന് മാത്രമാണ് 10 എഴുതുന്നത്. അപ്പൊ ഇത് നമുക്ക് ആവശ്യമില്ലല്ലോ, ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? 6നോട് എത്ര കൂട്ടിയാൽ 10 കിട്ടും? 6ന്റെ കൂടെ 4, 6 + 4 ആണ് 10. 2ന്റെ കൂടെ എത്ര കൂട്ടിയാൽ 9 കിട്ടും? 7 കിട്ടും. 7ന്റെ കൂടെ എത്ര കൂട്ടിയാൽ 9 കിട്ടും? 2 കിട്ടും. അപ്പൊ ഇവിടെ ബാക്കി 5 ഒറ്റയ്ക്കുള്ളത് 5. ഇനി സബ്ട്രാക്ട് ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് ഈസിയാണ്. നോക്ക്, 10 4 പോയാൽ 4, 9 2 പോയാൽ 7, 9 7 പോയാൽ 2, 5 5. ഓക്കെ, സിമ്പിൾ. ഇനി അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതൊന്നും നിങ്ങൾക്ക് എഴുതാൻ പറ്റൂലേ? അപ്പൊ ആദ്യം എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് ചെയ്യേണ്ടത് 9 ഇവിടെ ഉള്ളത്. ഈ നമ്പർ 1 -1 എഴുതാം. 9 - 1 എത്ര നമുക്ക് കിട്ടുക? 8. ഓക്കെ, അപ്പൊ ഇതാണ് 10. ലാസ്റ്റത്തെ മാത്രമല്ലേ 10. ഓക്കെ, പിന്നെ ബാക്കിയെല്ലാം എന്താ? 9 കഴിഞ്ഞു. അപ്പൊ നമുക്ക് കട്ട് ചെയ്യാം. കട്ട് ചെയ്യുന്നതിന് അറിയാം, നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിനിടയിൽ വേറെ നമ്പർ വന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി എങ്ങനെയും ചെയ്യാം. കുറച്ചിട്ടാണ് കുറച്ചിട്ട് കുട്ടികൾക്ക് എഴുതാം, കൂട്ടിയിട്ടാണ് കൂട്ടിയിട്ട് എഴുതാം. കൂട്ടിയിട്ട് എഴുതുന്നെങ്കിൽ 7ന്റെ എത്ര കൂട്ടിയാൽ 10 കിട്ടും? 3. 1ന്റെ എത്ര കൂട്ടിയാൽ 9 കിട്ടും? 8. 8ന്റെ എത്ര കൂട്ടിയാൽ 9 കിട്ടും? 1. 3ന്റെ എത്ര കൂട്ടിയാൽ 8 കിട്ടും? 5. 3ന്റെ എത്ര കൂട്ടിയാൽ 5. ഓക്കെ, ഇവിടെ ആ നമ്പർ ഉണ്ടായതുകൊണ്ടാണ് ഇതും നമുക്ക് ചെയ്യേണ്ടി വന്നത്. നോക്കൂ, സബ്ട്രാക്ട് ചെയ്യുന്നവർ നോക്കിക്കോളൂ. 10 7 പോയാൽ 3, 9 1 പോയാൽ 8, 9 8 പോയാൽ 1, 8 3 പോയാൽ 5. സിമ്പിളാണല്ലോ, സിമ്പിളാണ്. ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടി കാണിക്കരുത്. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമുള്ള ധാരാളം കാര്യങ്ങൾ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. അപ്പൊ 3 പൂജ്യം ഉള്ളത് പറഞ്ഞു, 2 0 വരുന്ന പറഞ്ഞു, 3 0 വരുന്ന പറഞ്ഞു. ഇനി നമുക്ക് നോക്കാം. നോക്ക്, ഈ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ വന്നിട്ട് ഇത് 3 0 വരുന്നതല്ല, ഇങ്ങനെ വരുന്നുണ്ട് വിചാരിച്ചു. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളിവിടെ 3 ഇല്ലാന്ന് വിചാരിച്ചാൽ മതി. ഇവിടെ 3 ഇല്ലാന്ന് വിചാരിച്ചാൽ മതി. അപ്പൊ എത്ര കിട്ടും? ഇവിടെ 6 ഇവിടെ കിട്ടും. പിന്നെ ഇവിടെ 9 9 10 കിട്ടുമല്ലോ, കിട്ടും. പിന്നെ 3നെ ഇവിടെ എഴുതിയാൽ മതി, വേറെ വേണ്ട. ഇവിടുന്ന് മുതൽ തുടങ്ങിയാൽ മതി. 0ന്റെ തൊട്ടടുത്ത് വരുന്നതിനെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? 1 കുറച്ചാൽ മതി. ഈ അറ്റത്തില്ല 1നെ കുറക്കണ്ട. ഓക്കെ ഓക്കെ. ഇനി അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ലാസ്റ്റ് വരുന്നത് 37 അല്ലേ? ആ 37 37 അല്ലേ? അതിന് -1 ആക്കിയാൽ മതി. 37 1 കുറച്ചിട്ട് 36 എഴുതാം. ഓക്കെ, അല്ലാണ്ട് ഇതിൽ നിന്നും 1 കുറച്ചിട്ട് എഴുതരുത് കേട്ടോ. 0ന് തൊട്ട് വരുന്ന നമ്പറിന് മാത്രമേ 1 കുറക്കേണ്ട ആവശ്യമില്ല. അത് കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ ചോദ്യം ഇട്ടത്. അപ്പൊ ഇതങ്ങ് കട്ട് ചെയ്താൽ നമുക്ക് കിട്ടുമല്ലോ. 6ന്റെ എത്ര കൂട്ടിയാൽ 10 ആയി? 4. 8ന്റെ എത്ര കൂട്ടിയാൽ 9 ആയി? 1. 3ന്റെ എത്ര കൂട്ടിയാൽ 6. 4 2 6 അപ്പൊ 2. ഇവിടെ ബാലൻസ് 3. ഓക്കെ, ഇവിടെ വരാനില്ല. ഓക്കെ, 3ന്റെ 1 കൂട്ടാനില്ല. അപ്പൊ 3 നമുക്ക് കിട്ടും.
ഓക്കെ, ഇനി സബ്ട്രാക്ട് ചെയ്യുന്നവർക്കും അതേമാതിരി എഴുതാൻ പഠിക്കാൻ പറ്റുമല്ലോ. ഇങ്ങനെ എഴുതി കിട്ടിയാൽ സബ്ട്രാക്ട് ചെയ്യാൻ എളുപ്പമാണ്, ഇങ്ങനെ എഴുതി കിട്ടിയാൽ കുറച്ച് എഴുതാൻ നമുക്ക് എളുപ്പമാണ്. ഓക്കെ, ഇനി നമുക്ക് ഇങ്ങനെയുള്ള നമ്പർ 4 0 വരുന്ന നമ്പർ. അപ്പോൾ ഈ നമ്പറിന് എന്താ ചെയ്യാൻ പറ്റുക? 0-ന് തൊട്ടടുത്ത നമ്പർ എന്നല്ലേ 1 സബ്ട്രാക്ട് ചെയ്യേണ്ടത്, അതെ 1 കുറക്കേണ്ടത്. അപ്പോൾ 8 എത്രയായിട്ട് വരും? 7. പിന്നെ നമുക്ക് എങ്ങനെ എഴുതാം? ഈ ഇടയിൽ വരുന്ന പൂജ്യങ്ങളെല്ലാം 9 9 9. ലാസ്റ്റ് 0 എത്രയാണോ? 10. ഓക്കെ, ഇതെനിക്ക് കട്ട് ചെയ്യാം. അതിന് നമുക്ക് എന്ത് ചെയ്യാം? എനിക്ക് കുറക്കുന്ന കുട്ടികളാണെങ്കിൽ എന്ത് ചെയ്യാം? 10 4 പോയിട്ട് എത്ര എഴുതുക? 4 എഴുതുക. 9 8 9 8 പോയിട്ട് 9 3 പോയിട്ട് 6 7 5 പോയിട്ട് 2. ഇനി കൂട്ടി എഴുതുന്ന കുട്ടികളാണല്ലോ, 6ന്റെ പേര് എത്ര ആഡ് ചെയ്താൽ 10 കിട്ടും 4. 1ന്റെ പേര് എത്ര ആഡ് ചെയ്താൽ 9 കിട്ടും 8. അപ്പൊ ആ തരത്തിൽ അങ്ങനെ ചെയ്യാം, സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈസി ആയല്ലോ. ഓക്കെ ഓക്കെ, അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കുക. അപ്പൊ നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ഈ അവസാനം മാത്രമല്ലല്ലോ 0 വരിക, ഈ ലാസ്റ്റ് മാത്രമല്ലല്ലോ വരിക, ഇടയ്ക്കൊക്കെ 0 വരാറില്ലേ. അപ്പൊ അത് എങ്ങനെ ചെയ്യുന്നു കൂടെ പറഞ്ഞിട്ട് ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, അത് എങ്ങനെയാണ് നോക്കിക്കോളൂ. ഇങ്ങനെ വരുമ്പോൾ നമ്മളൊരു കാര്യം പറഞ്ഞു, 0-ന് തൊട്ട് ലെഫ്റ്റിൽ വരുന്നതിനാണ് 1 കൊടുക്കേണ്ടത് അല്ലേ? 0-ന് തൊട്ട് ഇടത് ഭാഗത്ത് വരുന്നതിനാണ് 1 നമ്പർ കൊടുക്കേണ്ടത്. 0-ന് തൊട്ട് വരുന്നത് എത്ര? 7. 7 എത്രയാവും? 6 ആവും. ഈ 0 എത്രയാവും? 10 ആവും. അപ്പൊ 70ന്റെ കാര്യം കഴിഞ്ഞു, അത് കഴിഞ്ഞു. ഓക്കെ, ഇവിടെ 0-ന് തൊട്ട് ഇപ്പുറം 4 ഉണ്ടല്ലോ, ഉണ്ട്. ഇവിടെ 0 ഉണ്ടായിട്ട് തൊട്ടിട്ട് ലെഫ്റ്റ് ആണ്, ഇടത് ഭാഗത്താണ് നോക്കേണ്ടത്. 4 ഉണ്ട്. 4 എത്ര എഴുതുക? 3 എഴുതുക. അപ്പൊ ഈ 0-ന്റെ എത്ര എഴുതുക? 10 എഴുതുക. ഇടക്കിടക്ക് 0 വരുന്നുണ്ടെങ്കിൽ ഇടക്കിടക്ക് 10 വരും. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് നോക്കുക? ഇനി സബ്ട്രാക്ട് ചെയ്യുന്നവരാണെങ്കിൽ ആദ്യം 10-ന് 8 കുറച്ചിട്ട് 2, 10-ന് 8 കൊടുക്കണ്ടേ? 6-ന് 5 കുറച്ചിട്ട് 1, 10-ന് 6 കൊടുക്കണം. 10 - 6 4. ഇവിടെ എത്ര ഉണ്ട്? 3. അപ്പൊ ഇനി 40 കട്ട് ചെയ്യാനോ? 40 3 10 എഴുതി കഴിഞ്ഞാൽ 40 നമുക്ക് ആവശ്യമില്ലല്ലോ, ബാക്കി 3 10 ഉണ്ടാവും. 10-ന് 6 പോയിട്ട് 4. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 3412. 3412. ഓക്കെ, ഇനി ആഡ് ചെയ്ത കുട്ടികളാണെങ്കിലോ 8 ഇവിടെ ഉണ്ട്, എത്ര കൂട്ടിയാൽ 10 കിട്ടും? 2. 5 ഇവിടെ ഉണ്ട്, എത്ര ആഡ് ചെയ്താൽ 6 കിട്ടും? 1. 6 ഇവിടെ ഉണ്ട്, എത്ര കൂട്ടിയാൽ 10 കിട്ടും? 4. അപ്പൊ ഇവിടെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഈ നമ്പർ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ നമുക്ക് എഴുതാം. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇത്. ഇത് നോക്കിക്കോളൂ, ഇത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് എല്ലാം ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നോക്കൂ, ഇതെങ്ങനെയാണ് ചെയ്യാൻ പറ്റുക? ഇവിടെ 0 ഉണ്ട്, ഇവിടെ 0 ഉണ്ട്. 0-ൽ ഫസ്റ്റിൽ വരുന്നത് 8 ആണ്. 8-ന്റെ മേലെ നമുക്ക് എത്ര എഴുതാം? 7 എഴുതാം. പിന്നെ എന്താ ചെയ്യാം? ഇത് 10 ആയി, അത് തരുന്നത് 10 കഴിച്ചാൽ ബാക്കി 9 എഴുതാം. അപ്പൊ ഇവിടെ എത്ര വന്നു? 9 വന്നു. ഓക്കെ, സിമ്പിൾ ആണല്ലോ. അപ്പൊ 800ന്റെ കാര്യം കഴിഞ്ഞല്ലോ, കഴിഞ്ഞു. പിന്നെ ഇവിടെ നോക്കി 0 ഇവിടെ ഇടക്കുണ്ട്, അപ്പൊ ഇപ്പൊ എത്രയുണ്ട്? 5. ഈ 5 എത്രയായിട്ട് വരും? 4 ആയിട്ട് വരും. ഈ 0 എത്രയാവും? തൊട്ടിട്ടിപ്പുറം ഒറ്റ 0 ഉള്ളൂ, അപ്പൊ അത് 10 ആയിട്ട് വരും. 10 തന്നെ വരും. ഓക്കെ, 9 വരണമെങ്കിൽ അതിന്റെ അപ്പുറം വീണ്ടും ഒരു 0 ഉണ്ടാവണം. ഓക്കെ, 10 വരും. ഇവിടെ 6 മാത്രമേ ഉള്ളൂ. ഈ 50 ഞാൻ കട്ട് ചെയ്യുന്നേ, 4 10 എഴുതിയുള്ളൂ. 6 ഇവിടെ ഒറ്റക്കല്ലേ ഉള്ളൂ. അപ്പൊ എഴുതിയാലും എഴുതിയിട്ടില്ലെങ്കിൽ ഇവിടെ 6 എഴുതിയാലും മതി. അപ്പൊ ഇപ്പൊ ഞാൻ പറയാം, എനിക്ക് കുറച്ചോ ഇങ്ങനെ അങ്ങോട്ടും കുറക്കാം, അങ്ങനെ ഇങ്ങോട്ടും സബ്ട്രാക്ട് ചെയ്യും, ഇഷ്ടം പോലെ ചെയ്യും. അപ്പൊ അത് കിട്ടും. നോക്ക്, 10-ന് 5 പോയാൽ 5, അല്ലെങ്കിൽ 5-നോട് എത്ര കൂട്ടിയാൽ 10 കിട്ടും? 5. 9-ന് 4 കുറച്ചാൽ 5, അല്ലെങ്കിൽ 4-ന്റെ എത്ര കൂട്ടിയാൽ 9 കിട്ടും. ഓക്കെ, 7-ന് 5 പോയാൽ ഈസിയാണ്, കുറക്കാൻ എളുപ്പമാണ് അല്ലേ? 2-ന്റെ എത്ര കൂട്ടിയാൽ 7 കിട്ടും. 6-ന്റെ എത്ര കൂട്ടിയാൽ 10 കിട്ടും? 4. 3-ന്റെ എത്ര കൂട്ടിയാൽ 4 കിട്ടും? 1, അല്ലെങ്കിൽ 4-ന് 3 പോയാൽ എത്ര? 1. ഓക്കെ, ഇവിടെ 2 ഉണ്ട്, ഇവിടെ 6. 2-ന്റെ എത്ര കൂട്ടിയാൽ 6 കിട്ടും? 4, അല്ലെങ്കിൽ 6-ന് 2 പോയാൽ എത്ര? 4. ഈ രീതിയിൽ 0-നെ വെട്ടിക്കളഞ്ഞതിന് ശേഷം നമ്മൾ മുകളിൽ നമ്പർ എഴുതി കഴിഞ്ഞാൽ നമുക്ക് മുകളിലുള്ളത് വലിയ നമ്പറും താഴെയുള്ളത് ചെറിയ നമ്പറും വരും. അപ്പൊ സബ്ട്രാക്ട് ചെയ്യുന്ന കുട്ടിക്ക് യാതൊരു ഡൗട്ടും ഇല്ലാതെ ഈസി ആയിട്ട് സബ്ട്രാക്ട് ചെയ്യാൻ തന്നെ, കുറക്കാൻ തന്നെ പറ്റും. ഇനി കുറക്കുന്നതിന് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ കൂട്ടിയെടുത്തിട്ട് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാം. ഓക്കെ, ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. തെറ്റിക്കരുത്, പ്രാക്ടീസ് ചെയ്യുക. ഫ്രണ്ട്സിനൊക്കെ ഇത് പറഞ്ഞു കൊടുക്കുക. എടാ, ഞാൻ പുതിയൊരു ഐഡിയ പഠിച്ചിട്ടുണ്ട്, ഞാനൊരു പുതിയൊരു ഐഡിയ പഠിച്ചിട്ടുണ്ട്, അത് ഇങ്ങനെയാണ്, നിനക്ക് പറഞ്ഞു തരണോ? ഇത് പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ കുറച്ച് ഹോംവർക്ക് തരികയാണ്. ഈ എഴുതുന്നതിന്റെ ആൻസർ നിങ്ങൾ കമന്റ്സിൽ അതിന്റെ ആൻസർ ഇടണം. ഓക്കെ, നമ്പർ ഇങ്ങനെയാണ് ഞാൻ എഴുതുന്നത്: 500 മൈനസ് 245. ഇത് നിങ്ങൾ ചെയ്തു വെക്കാം. ഓക്കെ,
ഓക്കെ, ഐഡി തെറ്റിക്കല്ലേ? ഓക്കെ, ലാസ്റ്റ് ഒരു വലിയൊരു ക്വസ്റ്റ്യൻ തരാം. ഓക്കെ, യെസ്, ഈ 4 ക്വസ്റ്റ്യൻസിന്റെ ആൻസർ നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടുക. ഓക്കെ, നമുക്ക് പുതിയ ട്രിക്കുമായി വീണ്ടും കാണാം. ബൈ.